بسم الله الرحمن الرحيم ونادى أصحاب النار أصحاب الجنة أن أفيضوا علينا من الماء أو مما رزقكم الله. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നരകാവകാശികളായ ആളുകൾ നരകത്തിൽ കിടന്നുകൊണ്ട് കത്തിച്ചൊലിക്കുന്നതായ നരകത്തിന്റെ ചൂടിനാൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നരകത്തിലേക്ക് എറിയപ്പെട്ട ആളുകൾ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലുള്ള ആളുകളോട് വിളിച്ചു ചോദിക്കുകയാണ്, തേടുകയാണ്, അൻ അഫീളു അലൈനാ മിനൽ മാ. ശരീരത്തിന്റെ അവയവങ്ങൾ നരകത്തിൻ്റെതാകുന്ന തീജ്വാലകളാൽ കത്തി അമർന്നു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ വെന്തുരുകുന്നത് നിങ്ങൾ ദർശിക്കുന്നില്ലേ, കാണുന്നില്ലേ? നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തേക്ക് ഒരൽപ്പം നല്ല വെള്ളം ഒഴിച്ചു തരുമോ? ശുദ്ധജലമൊന്ന് ഒഴിച്ചു തരുമോ? അൻ അഫീളു അലൈനാ മിനൽ മാ. ദാഹിച്ചിട്ട് വയ്യ കേട്ടോ, ഞങ്ങൾ വല്ലാതെ ദാഹിച്ച് പരവശരായിരിക്കുകയാണ്, വിശന്ന് വലഞ്ഞിരിക്കുകയാണ്, ഒട്ടിയ വയറുമായി നിലകൊള്ളുകയാണ്, ഞങ്ങളുടെ ശരീരമാസകലം തീ പടർന്നിട്ടുണ്ട്. ഒരൽപ്പം നിങ്ങൾക്ക് നൽകപ്പെട്ടതാകുന്ന റിസ്ക്കിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾക്ക് നൽകുമോ? ഞങ്ങൾക്ക് അല്പം പാനം ചെയ്യാൻ വെള്ളമൊന്നും ഒഴിച്ച് നൽകുമോ? നരകത്തിൽ കിടക്കുന്ന ആളുകൾ വേദനയോടുകൂടി സ്വർഗാവകാശികളോട് ചോദിക്കുമേ. വിശുദ്ധമായ ഖുർആൻ ഖാലൂ, ആ സമയത്ത് നരകാവകാശികളോട് സ്വർഗത്തിലുള്ള ആളുകൾ വിളിച്ചു പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇല്ല കേട്ടോ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരിറ്റ് വെള്ളം പോലും ഒഴിച്ചു തരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹു വിലക്കിയതാണ്. ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നിങ്ങൾക്ക് ഭക്ഷണം തരണ്ട എന്നും നിങ്ങൾക്ക് കുടിനീര് തരണ്ട എന്നും അല്ലാഹുവാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഒരിറ്റ് വെള്ളം തരാനോ ഒരിറക്ക് പാനീയം തരാനോ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് സ്വർഗാവകാശികൾ വിളിച്ചു പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാളെ നരകത്തിൽ കടക്കുമ്പോൾ നരകാവകാശികൾ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ദാഹജലത്തിന് വേണ്ടി സ്വർഗാവകാശികളോട് കേഴുന്ന രംഗം അല്ലാഹു പറയാണ്, അൻ അഫീളു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റിസ്ക്കിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് താ, എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം എടുത്തെറി, എന്തെങ്കിലും ഒരു അല്പം വെള്ളം ഞങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിച്ചതാ, ഞങ്ങൾ വല്ലാതെ പൊള്ളലേറ്റ് പ്രയാസപ്പെടുന്നു. അപ്പൊ അവര് പറയും, ഇന്നല്ലാഹ ഹറമഹും അലൽ കാഫിരീൻ. നിഷേധികളായ, നീതി നിഷേധികളായ, ദൈവനിഷേധികളായ, അള്ളാഹുവിന്റെ ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചിരുന്ന, അവിശ്വസിച്ചുകൊണ്ട് നിലകൊണ്ടതായ നിങ്ങൾക്ക് ഒരിറ്റ് വെള്ളം തരാനോ ഒരിറക്ക് ഭക്ഷണം തരാനോ അള്ളാഹു സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ തരൂല. വല്ലാത്തൊരു രംഗം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. നരകം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും കൈകളിലേക്ക് ബക്കറ്റ് വിരിവ് വരികയാണ്. എല്ലാവരും നല്ല കാര്യമായി സദഖയിൽ അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നരകം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ആ നരകത്തിലേക്ക് തെറ്റുകാരായ ആളുകളെ നാല് വലിച്ചെറിയപ്പെടും. അതിൽ നമ്മൾ പെട്ടുപോകരുത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലഖദ് ഇസ്തകത്തിന്നാർ. നരകം അള്ളാഹുവിനോട് പരാതിപ്പെടുകയാണ്, അള്ളാഹുവിനോട് അവലാതിപ്പെട്ടുവത്രേ. അകല ബഅളി ബഅളാ.
അല്ലാഹുവേ എന്റെ ചില ഭാഗം മറ്റു ചില ഭാഗങ്ങളെ ഭുജിച്ച് കളഞ്ഞിരിക്കുന്നു, തിന്നു കളഞ്ഞിരിക്കുന്നു. കാരണം നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചത് കേവലം ഏതാനും വിറകൊള്ളികൾ ചേർത്ത് വെച്ചിട്ടല്ല. 30,000-3000 വർഷം രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചു വന്ന് നബിയുനാ റസൂലുള്ളാഹി 3000 വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ നരകം അല്ലാഹുവിനോട് അവലാദിപ്പെട്ടു അത്രേ, യാ റബ്ബി അകല ബഅളി ബഅളാ, എന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ ഭുജിച്ചു കളഞ്ഞിട്ടുണ്ട്, തിന്നു പോയിട്ടുണ്ട്. വല്ലാത്ത ചൂടാണ്, ചൂടാണ്. ചൂട് നിമിത്തമായിട്ട് നരകത്തിന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ തിന്നുപോയിട്ടുണ്ട്. പരാതി പറയാണ്, വല്ലാത്ത ചൂട്. നരകം തന്നെ അല്ലാഹുവിനോട് ആവലാതിപ്പെട്ടു. ഫഅദിന ലഹാ ബിനഫസൈൻ, വർഷത്തിൽ 2 പ്രാവശ്യം പുറത്തേക്കൊന്ന് നിശ്വസിക്കുവാൻ അല്ലാഹു അതിന് അനുവാദം നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വർഷത്തിൽ നരകം പുറത്തേക്ക് വന്ന് നിശ്വസിക്കുമത്രേ. അതിന്റെ കഠിനമായ ചൂടൊന്ന് പുറത്തേക്ക് തള്ളിവിടുകയാണ്. നഫസും ഫിശ്ശതാഇ വനഫസും ഫിസ്സൈഫ്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അതിശക്തമായി പുറത്തേക്ക് നരകമൊന്ന് നിശ്വസിക്കുമേ. നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്നതായ ചൂടുള്ള കാലയളവിലുള്ള ചൂടില്ലേ, അത് നരകത്തിന്റെ നിശ്വാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് എത്തുന്നതായ ആളുകൾ, പ്രവാസികൾ, നാട്ടുകാർ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട് മുഴുവനും എയർ കണ്ടീഷനിലേക്ക് ആക്കുന്നതായ മക്കളില്ലേ, ആധുനിക സമൂഹമില്ലേ, നരകത്തിന്റെ ചൂടിനാലാണ് ആ ഒരു കാലയളവിൽ ചൂട് വർദ്ധിക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകം പുറത്തേക്കൊന്ന് ഊതുന്നതാണ് അതിന്റെ നിശ്വാസം, അതിനൊരാശ്വാസം കൊള്ളലാണ്. ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്.